ഹായ് ഗായ്സ്, സുഖാണോ എല്ലാവർക്കും? വെൽക്കം ടു ലുനാലാമ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കാണുന്ന പോലെ തന്നെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫീമെയിൽ ഹൈജീൻ ഹാക്സ്, അതിൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ദുബൈയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഫീമെയിൽ ഹൈജീൻ ഹാക്സ് ഒക്കെ നമുക്ക് മൂവ് ഓൺ ചെയ്തുകൊണ്ട് പോകാൻ. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ റഷ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ, നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ ഇതിനെ മാനേജ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ക്ലോറിൻ വാട്ടറാണ്. അപ്പോൾ എന്നും ഡെയിലി നമുക്ക് തല വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ട്വൈസ് ഇൻ എ ഡേ ആണ് എൻ്റെ തല വാഷ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയൊക്കെ അല്ലാണ്ട് വാഷ് ചെയ്യും, പക്ഷേ കാരണം ക്ലോറിൻ വാട്ടർ കാരണം എനിക്ക് നല്ല രീതിയിൽ താരൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം, ട്വൈസ് ഇൻ എ ഡേ തല വാഷ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ബോഡി വാഷൊക്കെ നമ്മൾ നോർമലി പോലെ തന്നെ ചെയ്യാറുണ്ട്. നമ്മുടെ വജൈനൽ ഏരിയ ഒക്കെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് അത് എപ്പോഴും എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം വെള്ളം കുടിക്കും. വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമ്മുടെ വജൈനലിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാണ്ടിരിക്കാനും. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു യൂറിൻ ആയിരിക്കും ആ സമയത്ത് പോകുക. മീൻസ് നമ്മൾ വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. അത് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഈക്വലായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. വെള്ളം കുടിക്കാണ്ട് നമ്മൾ വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ വളരെയധികം യെല്ലോയിഷ് ആയിരിക്കും, ഒരു വാട്ടറി വൈറ്റി കളറായിരിക്കും നല്ലോണം വെള്ളം കുടിച്ചാൽ. അത് തന്നെ നമ്മുടെ ഓർഡർ മീൻസ് സ്മെല്ലിന് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം നന്നായിട്ട് കുടിച്ച് വാഷ്റൂമിൽ പോകുന്നത് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങളാട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു 18 to 21 എൻ്റെ ഏജ് ടൈമിൽ ഇൻറ്റിമേറ്റ് വാഷിംഗ് പ്രൊഡക്ട്സ്, വെജനൽ ഏരിയയിൽ വാഷ് ചെയ്യുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമായിരുന്നു. നമുക്കറിയാം നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യുന്ന, ആ സമയത്ത് ഭയങ്കര വൈറലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. എൻ്റെ മാരേജ് കഴിഞ്ഞ ടൈമൊക്കെയാണ്, ഞാൻ ആ ഒരു ഏജ് ടൈമിലൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് നമുക്ക് അത്രത്തോളം നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. മീൻസ് ഒരു ഡോക്ടറിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി മാത്രമേ അത് യൂസ് ചെയ്യാവൂ എന്ന് മനസ്സിലായതിന് ശേഷം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വാട്ടർ തന്നെയാണ് ഞാൻ വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് അതറായിട്ട് ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കുറേ കെമിക്കൽ ഐറ്റംസ് ട്രൈ ഔട്ട് ചെയ്യാറില്ല. നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഷേവിങ് ആണ്. മന്ത്ലി ട്വൈസ് ആയിട്ട് നമ്മൾ ഷേവ് ചെയ്തേക്കുക നമ്മുടെ ഹെയർ. മീൻസ് അതിൻ്റെ അവിടെയൊക്കെ ചിലപ്പം ഡേർട്ടി ഏരിയസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അത് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അത് പോവും. അത് ഒരുപാട് പേര് ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, റേസർ യൂസ് ചെയ്യുന്നവരുണ്ട്, വാക്സിങ് യൂസ് ചെയ്യുന്നവരുണ്ട്. വാക്സിങ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ബെറ്റർ വേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് അറിയില്ല എത്രത്തോളം അത് ആക്റ്റീവ് ആണെന്ന്. റേസർ ആണെങ്കിൽ നമ്മൾ ഗുഡ് ക്വാളിറ്റി, നമ്മൾ പ്രൈസ് വെച്ചിട്ട് ഒരിക്കലും റേസർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കരുത്. അതിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുക. പിന്നെ നമ്മളൊരു റേസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റാഷസ്. എനിക്കതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ദുബായിൽ വന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ന്യൂ ആണ്. ഓരോ പ്രൊഡക്ട്സ് കാണുമ്പോഴും അത് എത്രയോ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റുണ്ടാവില്ല. നല്ല പ്രൊഡക്റ്റും ആയിരിക്കും, നല്ല റേറ്റും ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് പറ്റുണ്ടാവില്ല. അപ്പോൾ അത് നല്ലോണം നോക്കിയിട്ട് റേസർ സെലക്ട് ചെയ്യുക. റേസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റാഷസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ റേസേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. വേറെ എന്തെങ്കിലും കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കും. UAE വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഇത് വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷൻ. നാട്ടിലാവുമ്പോൾ നമുക്ക് നമ്മളത്രയും വർഷം യൂസ് ചെയ്ത് ഒരെണ്ണം കാണും, ആ ഒരു രീതിയിൽ. ഇവിടെ വന്നപ്പം എല്ലാം ന്യൂ ആണ്. സെയിം തന്നെയാണ് നമ്മളെ പാഡിനെ പറ്റി പറയുമ്പോഴും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏത് പാഡാണ് യൂസ് ചെയ്യേണ്ടത് എന്താ, കാരണം ഇവിടെ ഐറ്റംസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു വലിയൊരു പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഓൾവേസിൻ്റെ ഒരു പാഡ് ട്രൈ ചെയ്തപ്പം എനിക്കത് ബെറ്ററായിട്ട് തോന്നി. ഒരുപാട് മീൻസ് ഓർഡറുള്ള ഭയങ്കര മണമുള്ള അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷെ അതെനിക്കെന്തോ ഒരു സംതിങ് ഫീൽ ഗുഡ് എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ട്രൈ ചെയ്യുന്ന ഓൾവേസിൻ്റെ പാഡാണ്. നമ്മൾ പാഡ് ഏത് തന്നെ വാങ്ങിയാലും 4 to 6 hours അത് ചേഞ്ച് ചെയ്യണം. നമ്മുടെ വജൈനൽ ഇൻഫെക്ഷനും റാഷസ് വരുന്നതിനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നതിന് തടയും. നമ്മൾ എപ്പോഴും 4 to 6, എനിക്ക് ഓഫീസ് അവേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ മാക്സിമം ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് എപ്പോഴും നമ്മൾ നോക്കണം. പിന്നെ ഞാൻ മെൻസ്ട്രൽ കപ്പ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്യുന്ന, ഇപ്പോൾ ഒട്ടുമിക്ക പേരും മെൻസ്ട്രൽ കപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. അത് തന്നെയാണ് ട്രൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം അതിനെ ട്രൈ ചെയ്യുക. പക്ഷെ ഞാനിതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് പറ്റില്ല. ട്രൈ ചെയ്യണമെന്നുണ്ട്. എവിടെയോ എന്നെ തടയുന്ന എന്തോ ഒന്ന് എനിക്കൊരു ടെൻഷൻ പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുവരെയും ട്രൈ ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കട്ടെ. പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുക. ഒട്ടുമിക്ക പേർക്കും കംഫർട്ട് എന്ന് പറയുന്നത് വളരെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും. ഈവൻ പാൻറ്റീസും നല്ല ലൂസായിട്ട് നമുക്ക് വളരെ ശല്യം ഇല്ലാത്ത തരത്തിലുള്ള ഡ്രസ്സായിരിക്കും യൂസ് ചെയ്യാൻ നമുക്ക് മോർ കംഫർട്ടബിൾ. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും. അപ്പോൾ
യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്ന കളർ ഒരു ബ്ലാക്കിഷ് കളർ മാത്രം, ബ്ലാക്കിഷ് നല്ല റെഡിഷ്, എനിക്കത് മാത്രമേ ആ സമയത്ത് ഒരു കോൺഫിഡൻസ് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം ഓഫീസിൽ പോവുകയാണെങ്കിലും പാൻസ്, ഇപ്പോൾ ഓഫീസ് പോകുമ്പോൾ മിക്ക ഡേയ്സ് നമ്മൾ ഇൻസേർട്ടൊക്കെ ചെയ്തിട്ട് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഞാൻ ഡാർക്കായിട്ടുള്ള പാൻ്റായിരിക്കും ചൂസ് ചെയ്യുക. അതെൻ്റെ ഒരു കംഫർട്ടിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ലൂസായിട്ടുള്ള ഡ്രസ്സസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു ബ്രീത്തബിൾ കണ്ടീഷൻ, നമ്മുടെ വജനലിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീത്തിങ് അവിടെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക. വജനൽ ഏരിയ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഡ്രൈ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ പീരീഡ് ടൈമിൽ പെയിന് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. എനിക്കൊന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉലുവ ആഡ് ചെയ്ത് അത് നല്ലപോലെ തിളപ്പിച്ച് അതൊരു ഹാഫ് ഗ്ലാസ് ആയിട്ട് മാറ്റണം. ഇപ്പോൾ 2 ഗ്ലാസ് ഓഫ് വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ അത് 1 ഗ്ലാസ് ആയിട്ട് അതിൻ്റെ നേരെ പകുതിയായിട്ട് തിളപ്പിച്ച് വറ്റിച്ചിട്ട് അത് അരിപ്പ് കൊണ്ട് അരിച്ച് ആ വെള്ളം ചെറിയ ചൂടോടുകൂടി കുറേശ്ശെ സിപ്പ് ചെയ്യുക. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് കുറച്ച് സിപ്പ് ചെയ്യാം. നമുക്ക് ഒരു റിലാക്സേഷനാണ്. എനിക്കൊന്ന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറേ റിലാക്സേഷൻ തന്നിട്ടുള്ളൊരു വാട്ടറാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് തലമുടിയിലെ താരൻ. അപ്പോൾ അതിന് ഞാനിങ്ങനെ റെമഡീസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് എനിക്ക് ബെസ്റ്റായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും എന്താ പറയുക ചേഞ്ചസ് ഉണ്ടാക്കും. കാരണം എനിക്ക് എപ്പോൾ ഷാമ്പൂ ചെയ്താലും ആ ഒരു ടൈമിൽ എനിക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ 1 ഡേ എനിക്ക് ഓക്കെയാണ്. സെക്കൻഡ് ഡേ ഇറ്റ്സെൽഫ് അത് വീണ്ടും എനിക്ക് വേഴ്സായിട്ട് വരുവാണ് നമ്മൾ ഈ വാട്ടർ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ. മുടി പൊഴിച്ചിൽ നല്ലപോലെ ഉണ്ട്. എല്ലാം ഗവേഷണത്തിലാണ്, അണ്ടർ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ. വജനൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എപ്പോഴും നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക പാഡ് കറക്റ്റായിട്ട് ഒരുപാട് മണമുള്ളത് നോക്കാണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാഡ് തന്നെ യൂസ് ചെയ്യുക. ലൈക്ക് മെൻസ്ട്രൽ കപ്പാണെങ്കിൽ മോർ ഈസിയർ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് പറയാത്ത. അതുപോലെ ആവശ്യമില്ലാത്ത സെൻറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ വജനൽ പാർട്ടിലേക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മണം തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേർക്കും ഒരു ഐഡിയ ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവരോട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ മീൻസ് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം അല്ലേ. ദിസ് ഈസ് ലുന ലാമോ സൈനിങ് ഔട്ട്.